അടിയന്തര കാര്യങ്ങൾക്കല്ലാതെ ഒരു ഇഞ്ച് വയൽ പോലും നികത്തുന്നതിനെ സർക്കാർ അനുകൂലിക്കുന്നില്ലെന്ന് മന്ത്രി പി പ്രസാദ്. നെൽവയലുകളുടെ വിസ്തൃതി കുറയാൻ പാടില്ല. അവശേഷിക്കുന്ന വയലുകളെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കേണ്ടത് അനിവാര്യം. കൃഷിഭൂമി നികത്തുന്നതിനെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും പി പ്രസാദ് പറഞ്ഞു. നെൽവയലുകളുടെ വിസ്തൃതി അല്പം പോലും കുറയാൻ പാടില്ലാത്തതാണ്. നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ള മുഴുവൻ വയലുകളും ആ അർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടതുണ്ട്. നെൽവയലുകൾ നൽകുന്ന ഒരു പാരിസ്ഥിതിക പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ്. ഒരേക്കർ വയൽ ഒരു വർഷം 5 കോടി ലിറ്റർ വെള്ളത്തെ സംഭരിച്ച് ഭൂമിക്കടിയിലേക്ക് സംഭാവന ചെയ്യുന്നതെന്നാണ് ശാസ്ത്രീയമായി കണക്കാക്കിയിട്ടുള്ളത്. ഈ പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് 2008 കേരളത്തിന്റെ നിയമസഭ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസാക്കിയത്. അവശേഷിക്കുന്ന നെൽവയലുകളെ എന്തു വില കൊടുത്തും നമുക്ക് സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ധനകാര്യ പ്രതിസന്ധി ഇല്ലായെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഫോറസ്റ്റ് റിസർവ് പോലൊക്കെ പാടി റിസർവ് ഉണ്ടാവേണ്ടത് അനിവാര്യമായിരുന്നു. പക്ഷെ നമുക്ക് കർഷകന്റെ കീഴിലിരിക്കുന്ന ഇതിനെല്ലാം നാളെ റിസർവ് വയലുകൾ എന്ന് പ്രഖ്യാപിക്കാൻ പറ്റില്ല. വില കൊടുത്തായാലും സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. വെള്ളത്തിന്റെ ആംഗിളിൽ തന്നെ നോക്കുമ്പോൾ തന്നെയും നമുക്ക് ഇന്ന് ചിലപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ. ഇപ്പൊ കുട്ടനാട്ടിലെ MLA ഇവിടെ ഉണ്ട്. കുട്ടനാട് പോലുള്ള പ്രദേശത്ത് ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കണം. നെൽവയൽ ചിലപ്പോൾ ഒരു വ്യതിയാനം വരുത്തിയേ മതിയാവുകയുള്ളൂ. അങ്ങനെ അടിയന്തരമായ ചില കാര്യങ്ങളും ആവശ്യം വേണ്ടുന്ന കാര്യങ്ങൾക്കല്ലാതെ ഒരു ഇഞ്ച് വയൽ പോലും നികത്തുന്നതിന് സർക്കാർ അനുകൂലിക്കുന്നില്ല, ഒരു തരത്തിലുള്ള അംഗീകാരം കൊടുക്കുന്നില്ല.